ജി സുധാകരനെ തഴയുകയാണ് CPM. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻ മന്ത്രി ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ സുധാകരനുമായി ഇനി ഒത്തുപോവുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് CPM. സമ്മേളനത്തിന്റെ എല്ലാ സെക്ഷനുകളിൽ നിന്നും ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിലും മുതിർന്ന നേതാവായ ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. പറവൂരിലാണ് ജി സുധാകരന്റെ വീട്. ആ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി. CPMന്റെ ഏരിയ സമ്മേളനം നടക്കുന്നത് ഇത്രയും അടുത്തായിട്ട് പോലും അദ്ദേഹത്തെ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി. 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ MLA കൂടിയായിരുന്നു ജി സുധാകരൻ. സമ്മേളനത്തിൽ സ്വാഭാവികമായി ക്ഷണിക്കപ്പെടേണ്ട ആളാണ് ജി സുധാകരൻ. എന്നാൽ പല ഘട്ടങ്ങളിലും ജി സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഏരിയ സമ്മേളനത്തിൽ നിന്നും മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെ ഒഴിവാക്കിയിരിക്കുന്നത്. CPMലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. സമ്മേളന ദിവസങ്ങളിൽ ജി സുധാകരൻ വീട്ടിൽ തന്നെയാണ്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് അദ്ദേഹം. തനിക്ക് പാർട്ടി പദവികളില്ലാത്തതുകൊണ്ടാകും തന്നെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പ്രതികരിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായതുകൊണ്ട് തന്നെ വിളിക്കേണ്ടതാണ്, എന്നാൽ ഒഴിവാക്കുന്നു. അതായത് ഈ ജില്ലാ സമ്മേളനത്തോടെ ആ ക്ഷണിതാവ് പദവിയും സുധാകരന് നഷ്ടമാകും. പിന്നെ വെറും പാർട്ടി മെമ്പറായി മാത്രമായി മാറും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ആലപ്പുഴയിലെ CPM പ്രവർത്തനം നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി നാസറിന് മുകളിൽ സ്വാധീനം സജി ചെറിയാനുണ്ട്. സുധാകരന്റെ പിന്തുണയിലാണ് സജി ചെറിയാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയത്. മന്ത്രിയായതോടെ സുധാകരനെ പൂർണ്ണമായും തള്ളി മുൻപോട്ട് പോവുകയാണ് സജി ചെറിയാൻ. തോമസ് ഐസക്കിന് പോലും ആലപ്പുഴയിലെ പാർട്ടിയിൽ സ്വാധീനമില്ല. ഇതാണ് സുധാകരനെ സമ്മേളന വേദിയിൽ നിന്ന് പോലും അകറ്റി നിർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദവും ഇതിന് ഉണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ജി സുധാകരന് അപ്രഖ്യാപിത വിലക്ക് CPM ഏർപ്പെടുത്തുന്നുവെന്ന് സാരം. 1996 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CS സുജാതയുടെ തോൽവിയിലായിരുന്നു ആഞ്ചലോസിന്റെ പുറത്താക്കൽ നടപടി. സുജാതയെ തോൽപ്പിക്കാൻ ബോധപൂർവം പ്രവർത്തിച്ചിരുന്നുവെന്ന് ആരോപിച്ച് ആഞ്ചലോസിനെ പുറത്താക്കുകയായിരുന്നു. തന്നെ അധ്യക്ഷനാക്കി തന്നോട് പറയാതെയാണ് അജണ്ട ചർച്ചയ്ക്ക് വെച്ചതെന്നും ചതിച്ചതാണെന്നും സുധാകരൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന A ശിവരാജന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുമ്പോഴായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ. ആഞ്ചലോസിന്റെയും CPI നേതാവായ മുല്ലക്കര രത്നാകരന്റെയും സാന്നിധ്യത്തിലായിരുന്നു തുറന്നു പറച്ചിൽ. CPMന്റെ MLAയും MPയുമായിരുന്ന ആഞ്ചലോസ് ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറിയാണ്. 1998 CPM ആഞ്ചലോസിനെ പുറത്താക്കിയത്. ആ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന CS സുജാതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നതായിരുന്നു ആഞ്ചലോസിനെതിരായ ആരോപണം. 1991 ഇവിടെ നിന്ന് ലോക്സഭാ അംഗമായ ആഞ്ചലോസ് 96 തോറ്റുപോയിരുന്നു. 98 സുജാതയെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ സുജാതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആഞ്ചലോസ് വീഴ്ച വരുത്തിയെന്നായിരുന്നു CPMന്റെ വിലയിരുത്തൽ. കടലോര മേഖലയിൽ വർഗീയ വികാരം ഇളക്കിവിട്ടു, ലത്തീൻ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ സാധ്യത തകർക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു തുടങ്ങി ഒട്ടേറെ കുറ്റങ്ങളാണ് നിരത്തിയത്. എന്നാൽ CPMൽ അന്ന് VS അച്യുതാനന്ദൻ CITU വിഭാഗം പോരിന്റെ ഇരയായിരുന്നു ആഞ്ചലോസ് എന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. CITU പക്ഷത്തായിരുന്നു ആഞ്ചലോസ് ഉണ്ടായിരുന്നത്. കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന ചെറുക്കനെന്ന് ആഞ്ചലോസിനെ VS പാർട്ടി യോഗത്തിൽ വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു. സുധാകരന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. അന്ന് ജില്ലാ സെക്രട്ടറി അംഗവും സംസ്ഥാന സെക്രട്ടറി അംഗവുമാണ് സുധാകരൻ. എന്തായാലും ജി സുധാകരന്റെ ഓരോ വിവാദ ആരോപണങ്ങളും നേതൃത്വത്തിന് വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിരുന്നു. പിന്നാലെയാണ് ജി സുധാകരന്റെ വീടിനടുത്ത് നടക്കുന്ന ചടങ്ങിലേക്ക് പോലും അദ്ദേഹത്തെ ക്ഷണിക്കാൻ CPM തയ്യാറാകാത്തത്.